പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുമ്പോൾ എല്ലാത്തിനും പിന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരുമിച്ചുള്ള തീരുമാനം എന്ന സൂചന. വെള്ളിയാഴ്ച ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളിലും സ്ഫോടനങ്ങൾ തുടരുകയാണ്. ശനിയാഴ്ച രാത്രിയിലുള്ള ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെൽ അവീവിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും വരെ ആക്രമിച്ചു. ഇറാനോട് അമേരിക്ക ആണവ കരാറിൽ ഏർപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് 60 ദിവസത്തെ സമയപരിധിയും നൽകി. ഇത് അവസാനിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇറാൻ സമയപരിധി അനുസരിക്കില്ലെന്ന് ട്രംപിന് ബോധ്യമുണ്ടായിരുന്നു. ഇതിനനുസരിച്ച് ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കി. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്നുള്ള തന്ത്രപരമായ നീക്കമാണ് ഇറാനെതിരെ നടക്കുന്നതെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. മെയ് മാസത്തിൽ ഇറാന്റെ രഹസ്യ ആണവായുധ പദ്ധതിയെ മുൻകൂർ ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതികളിൽ നിന്ന് പ്രസിഡന്റ് ട്രംപ് പിന്മാറിയിരുന്നു. പകരം നയതന്ത്രം തെരഞ്ഞെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നിരുന്നാലും പ്രസിഡന്റ് ഇറാനികൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. തന്റെ നിബന്ധനകൾ അംഗീകരിച്ചില്ലെങ്കിൽ അവർ ആക്രമണത്തിന് ഇരയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും പൊളിച്ചു മാറ്റാനും യുറേനിയം സമ്പുഷ്ടീകരിക്കാനും ട്രംപ് ടെഹ്റാന് 60 ദിവസത്തെ സമയപരിധിയും നൽകി. ഞാൻ അവർക്ക് 60 ദിവസം നൽകി, പക്ഷേ അവർ അത് പാലിച്ചില്ല. ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച പറഞ്ഞു. ഇന്ന് 61, അതായത് ട്രംപിന്റെ ആവശ്യം നിരാകരിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അപ്പോഴും അമേരിക്ക ഇറാനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഞായറാഴ്ച ചർച്ച നടക്കുമെന്ന് പ്രചരണം നടത്തി. ഒമാനിലായിരിക്കും ചർച്ചയെന്നും പ്രഖ്യാപിച്ചു. ഇതിനിടയിലായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. അതായത് ചർച്ചയടക്കം വ്യാജമായി അമേരിക്ക പ്രേരിപ്പിച്ചതാണെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വിപുലമായ തന്ത്രം ഇറാനെതിരെ ഒരുക്കിയെന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇറാൻ എന്തു ചെയ്യുമെന്നത് നിർണായകമാണ്. അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും ഇറാനെ ഒരുമിച്ച് ആക്രമിക്കാനും സാധ്യതയുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരാളുടെ മരണമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 60ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണം പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ പൊതുജനങ്ങളോട് ഷെൽട്ടറുകളിലേക്ക് മാറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാൻ മിസൈലുകളിൽ ഭൂരിപക്ഷവും പ്രതിരോധിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. 100 കണക്കിന് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേൽ ലക്ഷ്യമാക്കി വർഷിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ബങ്കറിനുള്ളിലാണെന്ന് പ്രചരണമെത്തി. അതേസമയം തന്നെ ഇവർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതായത് ഓരോ നീക്കവും അമേരിക്കയുമായി ഇസ്രായേൽ സംസാരിക്കുന്നുണ്ട്. ടെൽ അവീവിലും ജെറുസലേമിലും അടക്കം ഇറാൻ മിസൈലുകൾ പതിച്ചതായിട്ടാണ് വിവരം. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാൻ അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ലക്ഷ്യം വച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്ന് US അറിയിച്ചു. ഇസ്രായേൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് US ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇത് അത്ര ശരിയല്ല എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ. ഇത് ഇറാനും മനസ്സിലാക്കുന്നുണ്ട്.